മലബാർ മേഖലയിലൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വ്യായാമം ചെയ്തവർ അതങ്ങ് നിർത്തും. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ തന്നെ അത് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാത്തൊരവസ്ഥയുണ്ടാവും. തീർച്ചയായിട്ടും നോമ്പ് കാലത്ത് ഒരിക്കലും വ്യായാമം മുടക്കണം എന്നതിനർത്ഥമല്ല. വ്യായാമം കുറച്ച് ഇൻറ്റൻസിറ്റി കുറച്ച് അതിനനുയോജ്യമായൊരു സമയത്ത് ചെയ്യുകയാണ് വേണ്ടത്. ഒരു പക്ഷേ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥനകളും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയവുമാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടി ആക്റ്റീവായിട്ട് ഭക്തിസാന്ദ്രമായിട്ട് മുഴുകണമെങ്കിൽ ശരീരം വളരെ എനർജറ്റിക്കായി നിൽക്കണം. അതിനെന്തായാലും വ്യായാമം ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു സമയത്ത് വ്യായാമം മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മുടക്കാൻ നോക്കില്ലല്ലോ. സ്ഥിരമായിട്ട് വ്യായാമം ചെയ്ത് 2 ആഴ്ച വ്യായാമം മുടക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങളുടെ മാനസിക അവസ്ഥകളെ അത് ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്.